വില വർധനവ് ഉയരുന്നതിനാൽ തന്നെ പാകിസ്ഥാനിൽ ജനരോഷം ഉയരുകയാണ്. ഓഗസ്റ്റ് 26 രാജ്യവ്യാപകമായി പണിമുടക്ക് പ്രഖ്യാപിച്ചു. ഇന്ധനവില അത് വലിയ രീതിയിൽ വർദ്ധിക്കുകയും കുതിച്ചുയരുന്ന വിലക്കയറ്റവും അതിനെതിരെയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുന്നത്. ഓഗസ്റ്റ് 26 രാജ്യവ്യാപകമായി പണിമുടക്ക് ഉണ്ടാകും എന്നതാണ് ജമാഅത്തെ ഇസ്ലാമി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഇപ്പോൾ പാകിസ്ഥാൻ വീണ്ടും സമ്പൂർണ്ണ നിശ്ചലാവസ്ഥയിലേക്ക് നീങ്ങുന്നൊരു അവസ്ഥ, ഒരു ആശങ്ക ഇവിടെ ശക്തമാവുകയാണ്. അതുമാത്രമല്ല, പണിമുടക്കിന് പിന്നാലെ തന്നെ ഫെഡറൽ സർക്കാരിനെ നേരിട്ട് സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലുള്ള ഇസ്ലാമാബാദിലേക്ക് വൻ ലോങ് മനഃപൂർവ്വം നടത്തുമെന്നതാണ്, അതായത് ഒരു വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടത്തുമെന്നതാണ് ഇപ്പോൾ അവിടെ പാർട്ടി ആഹ്വാനം നടത്തിയിരിക്കുന്നത്. കറാച്ചി, ലാഹോർ, പെഷ്വാർ, ക്വറ്റ തുടങ്ങിയ പ്രദേശങ്ങളിൽ, അതായത് ഇത്തരത്തിൽ പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരാഴ്ചയിൽ ഏറെയായി തന്നെ പ്രതിഷേധങ്ങളും ധർണകളും റോഡ് ഉപരോധങ്ങളും തുടരുകയാണ്. എന്നാൽ ജനങ്ങളുടെ ദുരിതം പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് സമരം കൂടുതൽ ശക്തമാക്കുന്നു എന്നത് ഇവിടെ ജമാഅത്തെ ഇസ്ലാമി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിന്റെ നേതാവായ അമീർ ഹാഫിസ് നൈമുർ റഹ്മാനാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ധന വിലയാകട്ടെ, അതായത് ഇന്ധന ലെവി പൂർണ്ണമായും തന്നെ പിൻവലിക്കുന്നതുവരെ പ്രക്ഷോഭത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഇന്ധന വില വർധനവിന്റെ ആഘാതം അത് ഗതാഗത ചിലവിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതാണ് പ്രതിഷേധകരുടെ വാദം. ഇന്ധന ചിലവ് ഉയർന്നതോടുകൂടി തന്നെ ചരക്ക് ഗതാഗത ചിലവും വർദ്ധിക്കുകയും അതിന്റെ പ്രതിഫലനം പച്ചക്കറികൾ മുതൽ അവിടുത്തെ ഭക്ഷ്യ വസ്തുക്കളിൽ വരെ തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റവും പ്രകടമാകുകയും ചെയ്തതോടുകൂടിയാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിനകം തന്നെ സാമ്പത്തിക സമ്മർദ്ദം നേരിടുന്ന സാധാരണക്കാർക്ക് പുതിയ വർധന വിലയെ ഭാരമായി മാറി എന്നതും ആരോപണമായി ഉന്നയിക്കുന്നു. അതേസമയം ഓഗസ്റ്റ് 26 പണിമുടക്കിന് പിന്നാലെയുള്ള ഇസ്ലാമാബാദ് ലോങ് മാർച്ച് പാക് സർക്കാരിനെ നിർണായക രാഷ്ട്രീയ പരീക്ഷണമാക്കി തന്നെ മാറ്റുമെന്ന് വിലയിരുത്തുന്നുണ്ട്. പ്രതിഷേധം കൂടുതൽ നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും വ്യാപാര ഗതാഗത മേഖലകൾ അടച്ചുപൂട്ടുകയും ചെയ്താൽ രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ നിലയെ അത് ബാധിച്ചേക്കാനും സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ ഉയരുന്ന ജനരോക്ഷം അതാകട്ടെ ഇനി തെരുവുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം. ഇന്ധന ലെവി അത് പിൻവലിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് രാജ്യവ്യാപകമായിട്ടുള്ള അതായത് ഇത്തരത്തിൽ പണിമുടക്കും തലസ്ഥാനത്തേക്കുള്ള മാർച്ചും അത് പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ കൂടുതൽ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇവിടെ ഉടലെടുക്കുകയും ഫെഡറൽ ഭരണകൂടത്തെ തന്നെ നേരിട്ട് ലക്ഷ്യം വെക്കുന്ന രീതിയിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നഗര കേന്ദ്രങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെ പ്രക്ഷോഭങ്ങളെ അവിടെ നാട്ടിൻ പുറങ്ങളിലേക്കും വാണിജ്യ ഗതാഗത മേഖലകളിലേക്കും വ്യാപിച്ചുകൊണ്ട് രാജ്യത്തെ പൂർണ്ണമായും നിശ്ചലമാക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തുന്നത്. അതുമാത്രമല്ല, പല രീതിയിലും ഇത്തരത്തിൽ ഓഗസ്റ്റ് 26 വൻ ഹർത്താലും തുടർന്ന് ഇസ്ലാമാബാദ് ഉപരോധവും നടത്താനാണ് രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത്. രാജ്യത്ത് നാൾക്ക് നാൾ രൂക്ഷമാകുന്ന സാമ്പത്തിക പ്രതിസന്ധിയും രാഷ്ട്രീയ അനിശ്ചിതത്വവും ഷഹബാസ് ഷെരീഫ് സർക്കാരിന് വലിയ വെല്ലുവിളിയായി തന്നെ ഉയർത്തുമെന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.